ഇത് നിങ്ങൾക്ക് എന്തായാലും റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ് കിട്ടുവാണ്, നിങ്ങൾ വിദേശത്താണ്, പുതിയ കാറുണ്ട്, പുതിയ വീടുണ്ട്, ആൻഡ് ഇതൊക്കെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുവാണ്. അപ്പം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആയിരക്കണക്കിന് ലൈക്കുകളുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് അഭിനന്ദിക്കുകയാണ്, കൺഗ്രാറ്റ്സ് ഫോർ ഐ എം സോ ഹാപ്പി ഫോർ യു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ കൺഗ്രാറ്റുലേറ്റ് ചെയ്താലും നമ്മുടെ ആ സുഹൃത്തിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഭാരം, അതായത് മുഖത്ത് ചിരിയുണ്ട്, നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളിയുടെ മനസ്സിലൊരു ചോദ്യം വരുവാണ്, എന്തുകൊണ്ടാണ് അവന് മാത്രം, എനിക്ക് എന്തുകൊണ്ടില്ല? എന്താന്നറിയില്ല, ഒരാൾക്ക് നല്ല കാര്യം വരുന്നു എന്നറിയുമ്പോ നെഞ്ചിന്റെ ഇവിടെ ഒരു വിങ്ങല. ആദ്യമൊക്കെ വിചാരിച്ച് ഗ്യാസിന്റെ അല്ല. ഇത് സമ്മതിക്കാൻ പലർക്കും ഇഷ്ടമല്ല. കാരണം അസൂയയെ നമ്മളൊരു മോശം സ്വഭാവമായിട്ടാണ് കാണുന്നത്. അവൻ അസൂയക്കാരനാണ്, അവൾക്ക് മറ്റുള്ളവരുടെ സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ നമ്മൾ നല്ലവരാണെന്ന് കണക്കാക്കുന്ന എല്ലാ ആളുകൾക്കും അസൂയ എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അസൂയ ഒരു ക്യാരക്ടർ ഫ്ലോ അല്ല, അത് നിങ്ങളുടെ ബ്രെയിനിനെ കോടിക്കണക്കിന് വർഷങ്ങളായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു സർവൈവൽ പ്രോഗ്രാമാണ്. അസൂയ മനുഷ്യൻ്റെ മാത്രം വികാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു നായയ്ക്ക് അതിൻ്റെ ഉടമ മറ്റൊരു നായയെ സ്നേഹിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി പ്രതികരിക്കും. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ സംസാരിക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ടല്ലോ, അത് അമ്മ മറ്റുള്ള കുഞ്ഞിനെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരയാനായിട്ട് തുടങ്ങും. ചില കുരങ്ങുകൾ തങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം മറ്റു കുരങ്ങുകളേക്കാൾ കുറവാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഭക്ഷണം പോലും അത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോശം സ്വഭാവമാണോ? സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അസൂയ എന്ന് പറയുന്നത് ഒരു ഒറ്റ വികാരമല്ല. ഭയം, ദേഷ്യം, സങ്കടം, നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക, സാമൂഹിക താരതമ്യം, ഇവയെല്ലാം ചേർന്നുണ്ടാകുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ഇമോഷനാണ് അസൂയ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷണൽ കോട്ട്സ് ഒന്നും അല്ല, അല്ലെങ്കിൽ സ്വയം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ടിപ്സും അല്ല. അത് സയൻസ് ആണ്. ന്യൂറോ സയൻസ് ഉണ്ട്, എവല്യൂഷണറി സൈക്കോളജി ഉണ്ട്, അനിമൽ ബിഹേവിയർ ഉണ്ട്, ഹ്യൂമൻ ഹിസ്റ്ററി ഉണ്ട്. അതിനോടൊപ്പം നമ്മുടെ സ്വന്തം ജീവന്റെ ഒരു ചെറിയ റിഫ്ലക്ഷനും കൂടിയാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, അസൂയ നിങ്ങളുടെ ശത്രുവായിട്ടുള്ള ഒരു ആളൊന്നും അല്ല, അതുപോലെ അത് നിങ്ങളുടെ സുഹൃത്തുമല്ല. ആൻഡ് അത് നിങ്ങളുടെ ബ്രെയിൻ അയക്കുന്ന ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ എന്ന് പറയുന്നത് നിങ്ങളെ നിയന്ത്രിക്കുമോ അതോ നിങ്ങൾ അതിനെ മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കുമോ എന്നുള്ള ഒരു കാര്യം നമുക്കിവിടെ മനസ്സിലാവാൻ പറ്റും. തീർച്ചയായും ഈ മോഡേൺ വേൾഡിൽ ഇത് യൂസ്ഫുൾ ആകും. ആൻഡ് അസൂയപ്പെടാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ഒരു ഓഫീസ്, രണ്ട് സുഹൃത്തുക്കൾ, അവർ വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യുവാണ്. ഒരു ദിവസം അവരിൽ ഒരാൾക്ക് പ്രൊമോഷൻ ലഭിക്കുകയാണ്. അപ്പം അവൻ സന്തോഷത്തോടെ ആ വാർത്ത പറയുന്ന സമയത്ത് മറ്റൊരാൾ ചിരിക്കുന്നു, കൈ കൊടുക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്ന് ആ വാർത്ത അങ്ങ് വിട്ടുപോകുന്നില്ല. മനസ്സിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കുറച്ചുകൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അവൻ അവിടെ അനുഭവിക്കുന്നത് ഒരു അസൂയ എന്ന് പറയുന്ന ഒരു കാര്യമാണോ? ഇനി മറ്റൊരു സാഹചര്യം പറയുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോടുകൂടെ നടക്കുകയാണ്. പെട്ടെന്ന് അവർ മറ്റൊരാളുടെ കൂടെ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു. ആൻഡ് നിങ്ങളുടെ നെഞ്ചിടിപ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് കൂടുന്നു, മനസ്സിലാണെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നു. എന്താണ് അവർ തമ്മിൽ നടക്കുന്നത്? ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ പോവുകയാണോ എന്നുള്ളൊരു ചോദ്യം. ആൻഡ് ഇതും അസൂയ തന്നെയാണോ? ആദ്യ കാഴ്ചയിൽ രണ്ട് സാഹചര്യങ്ങളും ഒരുപോലെ തന്നെ തോന്നാം. പക്ഷെ സൈക്കോളജിയിൽ പറയുന്നത് ഇവ രണ്ടും ഒരു വികാരമല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്. അതായത് ജലസിയും എൻവിയും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ ഇവരെ രണ്ട് അർത്ഥത്തിലാണ് കാണുന്നത്, അല്ലെങ്കിൽ അതിനെ രണ്ട് വ്യത്യസ്ത വികാരങ്ങളായിട്ടാണ് കാണുന്നത്. ഒരു വ്യക്തി ഒരു പുതിയ കാർ വാങ്ങുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, എനിക്കും ഇങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇതിനെയാണ് നമ്മൾ എൻവി എന്ന് പറയുന്നത്. അതായത് മറ്റൊരാളുടെ കൈവശമുള്ളൊരു കാര്യം എനിക്കും അത് വേണം എന്നുള്ളൊരു ആഗ്രഹം, അത്തരത്തിലുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് എൻവി. അത് പണമാകാം, സൗന്ദര്യമാകാം, പ്രശസ്തിയാവാം, ചിലപ്പോൾ അത് ടാലൻറ്റ് വരെ ആകാം, അല്ലെങ്കിൽ ഒരു ജീവിത ശൈലി തന്നെ ആവാം. എൻവി എന്ന് പറയുന്നത് എപ്പോഴും മോശമാണോ?
എനിക്ക് തോന്നുന്നത് അല്ല എന്നാണ്. ചിലപ്പോൾ അത് നമ്മളെ വളരാൻ പ്രേരിപ്പിക്കാറുണ്ട്. അവന് കഴിഞ്ഞെങ്കിൽ എനിക്കും അത് കഴിയും എന്നുള്ള ഒരു മോട്ടിവേഷണൽ ചിന്ത ഉണ്ടല്ലോ, അത് എൻവിയിൽ നിന്നായിരിക്കാം ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ജലസി എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? ജലസി എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു കഥയാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുള്ളത് മറ്റൊരാളുടെ വസ്തുവല്ല, നിങ്ങളുടെ കൈവശമുള്ള എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ്. അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ചിലപ്പോൾ അമ്മയുടെ ശ്രദ്ധയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങളുടെ ഒരു സ്ഥാനമായിരിക്കാം. അതുകൊണ്ടാണ് സംസാരിക്കാൻ പോലും കഴിയാത്ത ചില കുഞ്ഞുങ്ങൾ അമ്മ മറ്റൊരു കുഞ്ഞിനെ എടുക്കുന്ന സമയത്ത് കരയാനായിട്ട് തുടങ്ങുന്നത്. അവർക്ക് ആ കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊന്നും വേണ്ട, അല്ലെങ്കിൽ അവരുടെ ആ കുഞ്ഞിൻ്റെ യാതൊരുവിധ സംഭവങ്ങളും വേണ്ട, പക്ഷെ അമ്മയുടെ ശ്രദ്ധ നഷ്ടപ്പെടരുത് എന്നതാണ് അവരുടെ ബ്രെയിനിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിലുള്ള കുട്ടികൾക്ക് പോലും ഇത്തരത്തിലുള്ള ബിഹേവിയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഉദാഹരണങ്ങളിലും ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അവിടെ ത്രെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് കടുവയോ പാമ്പോ തീപിടുത്തമോ അങ്ങനെയുള്ള ത്രെറ്റ് ഒന്നുമല്ല, അതൊരു സോഷ്യൽ ത്രെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ പ്രധാനപ്പെട്ട ആളല്ലാതാകുമോ, എൻ്റെ സ്ഥാനം എങ്ങനെ നഷ്ടപ്പെട്ടു പോവുമോ, അല്ലെങ്കിൽ എന്നെ വിട്ടു പോകുമോ, അത്തരത്തിലുള്ള ഐഡിയാസൊക്കെ. അപ്പോൾ ബ്രെയിനിന് ഇതും ഭീഷണികൾ തന്നെയാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന ഒരു സ്റ്റോറി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്രൈബിൽ നടന്നിരുന്ന ഒരു സംഭവത്തെ പോലെ ബ്രെയിൻ വ്യാഖ്യാനിച്ചേക്കാം. നമ്മുടെ ലോകമൊക്കെ മാറി, പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വലിയ ചോദ്യം ഇപ്പോഴും ബാക്കിയുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈക്ക്, അല്ലെങ്കിൽ ഒരു ഓഫീസിലൊരു പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു ചിരി, ഒരു റിപ്ലൈ, ഒരു വൈകുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെ മുഴുവനായിട്ടും അങ്ങ് പെട്ടെന്ന് മാറ്റിമറിക്കുന്നത്? ആ ഒരു നിമിഷം നമ്മുടെ തലച്ചോറിനുള്ളിൽ എന്താണ് ശരിക്കും നടക്കുന്നത്? കാരണം നിങ്ങൾക്ക് അസൂയ തോന്നുന്ന ആ നിമിഷം നിങ്ങൾ മാത്രമല്ല പ്രവർത്തിക്കുന്നത്, കോടിക്കണക്കിന് ന്യൂറോണുകളും പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഏകദേശം ഒരു അർദ്ധരാത്രി, അപ്പോൾ നിങ്ങളുടെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഒരു 2 minutes ബിഫോർ ആണ്. പക്ഷെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, നേരത്തെ അയച്ച മെസ്സേജിന് റിപ്ലൈ ഒന്നും തന്നിട്ടില്ല. നമ്മൾ അയച്ച മെസ്സേജിന് 5 മിനിറ്റായി, 10 മിനിറ്റായി. പിന്നീട് ഇൻസ്റ്റഗ്രാം തുറന്നു നോക്കുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർ മറ്റൊരാളുടെ സ്റ്റോറിക്ക് ലൈക്ക് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്തിരിക്കുന്നതോ നമ്മൾ കാണുന്നു. ആ ഒരു നിമിഷത്തിൽ നമ്മുടെ നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടാനായിട്ട് തുടങ്ങുന്നു, കൈകളൊക്കെ തണുക്കുന്നു, വയറിലാണെങ്കിലുള്ള അസ്വസ്ഥത ഉണ്ടാകുന്നു, ചിന്തകൾ ഒന്നിന് പിന്നാലെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരെന്നെ അവഗണിക്കുകയാണോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നഷ്ടപ്പെടുത്താൻ പോവുകയാണോ, ഇനി ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അകത്തുകൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആരും നിങ്ങളെ വിട്ടുപോയിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നൊരു സംഭവം ഇതൊരു യഥാർത്ഥ അപകടം നേരിടുന്ന പോലെ പ്രതികരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും? കാരണം നിങ്ങളുടെ ബ്രെയിൻ പ്രവചിക്കാനായിട്ട് തുടങ്ങുന്നു. പലരും കരുതുന്നത് ബ്രെയിൻ ഒരു ക്യാമറ പോലെയാണെന്നാണ്, അതായത് കണ്ടിട്ട് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം. പക്ഷെ അല്ല, ബ്രെയിൻ ഒരു പ്രഡിക്ഷൻ്റെ ഒരു മെഷീനാണ്. അതായത് എന്ത് നടക്കുന്നു എന്ന് നോക്കി മാത്രമല്ല, അടുത്തതായിട്ട് എന്ത് സംഭവിക്കാം എന്ന് നിരന്തരം പ്രവചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ കഴിവാണ് മനുഷ്യനെ ജീവനോടെ നിലനിർത്തിയിരുന്നത്. കാട്ടിലൊരു ചെറിയ ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാറ്റായിരിക്കും എന്ന് വിചാരിച്ച ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ അതൊരു കടുവയായിരിക്കും എന്ന് കരുതിയ ഒരു മനുഷ്യനാണ് കൂടുതൽ കാലം ജീവിച്ചുകൊണ്ട് പോയത്. അവരാണ് കൂടുതൽ സർവൈവ് ചെയ്തത്. അപ്പം ബ്രെയിനിൻ്റെ ആദ്യകാല അലാമായിരുന്നു അത്. ബ്രെയിനിൻ്റെ ഉള്ളിൽ ആൽമണ്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട്, അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ട്. അതിനെ ബ്രെയിനിൻ്റെ ഒരു അലാം സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സാധ്യതയുള്ള ഭീഷണി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അമിഗ്ഡാല വളരെ വേഗത്തിൽ പ്രതികരിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അമിഗ്ഡാല ഒറ്റയ്ക്കല്ല പ്രവചിക്കുന്നത്, ഇത് ബ്രെയിനിലെ മറ്റു പല ഭാഗങ്ങളും ചേർന്നിട്ടാണ് പ്രവർത്തിച്ചു വരുന്നത്. ഒരു അസൂയ തോന്നുന്ന നിമിഷം ഒരൊറ്റ ഭാഗമല്ല ബ്രെയിനിൻ്റെ പ്രവർത്തിക്കുന്നത്, അത് മുഴുവനായിട്ടൊരു നെറ്റ്വർക്കാണ് പ്രവർത്തിക്കുന്നത്. അതായത് അമിഗ്ഡാല സാധ്യതയുള്ള ഭീഷണികളെയൊക്കെ തിരഞ്ഞെടുക്കുന്നു, ശ്രദ്ധ ഇതിലേക്ക് തിരിക്കുന്നു. ഇൻസുല എന്ന് പറഞ്ഞൊരു പോർഷൻ അതൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നു, അകത്തുള്ള വേദന പോലുള്ള അനുഭവങ്ങളും പ്രോസസ്സ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആന്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് എന്ന് പറയുന്നത് സാമൂഹിക നിരാകരണവും സംഘർഷമൊക്കെ കൈകാര്യം ചെയ്യുന്നു. ബ്രെയിനിന്റെ മുൻവശത്തുള്ള പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഒരു ചോദ്യം ചോദിക്കും, ഇത് ശരിക്കും ഒരു അപകടമാണോ അതോ വെറും ഒരു നിഗമനം ചെയ്തെടുക്കുകയാണോ? അതിനാലാണ് ചിലപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നിങ്ങൾ സ്വയമേ ചിരിക്കുന്നത്, അയ്യോ ഞാൻ വെറുതെ ഓവർ തിങ്ക് ചെയ്തല്ലോ. കാരണം അപ്പോഴേക്കും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആദ്യ അലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവും
നമ്മൾ അത്ര കാര്യമായിട്ട് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഹൃദയം എന്തുകൊണ്ട് വേഗത്തിൽ ഇടിക്കുന്നു? ബ്രെയിൻ ഒരു സാധ്യതയുള്ള ഭീഷണി കണ്ടെത്തുമ്പോഴേക്കും ശരീരത്തിനെയും അത് തയ്യാറാക്കാനായിട്ട് തുടങ്ങും. അതായത് സ്ട്രെസ് ഹോർമോൺസ് പുറത്തു വരും, എഡ്രിനാലിൻ, കോർട്ടിസോള്, അങ്ങനെയൊക്കെ. ഹൃദയം വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങും, ശ്വാസം വേഗത്തിലാകും, പേശികളൊക്കെ ജാഗ്രതയിലാകും. ഒരു കടുവയെ നേരിടുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏകദേശം അതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് കടുവയായിരുന്നെങ്കിൽ ഇന്ന് എന്ന് പറയുന്നത് ഒരു വാട്സപ്പിനകത്തുള്ള ഒരു റിപ്ലൈ മാത്രമാണെന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഒരു വലിയ തെറ്റ് ചെയ്യുന്നത്. അതിന് ഫിസിക്കലായിട്ടുള്ള ഒരു ത്രെറ്റും ഒരു സോഷ്യൽ ത്രെറ്റും എന്ന് പറയുന്നത് രണ്ടും പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു കാലത്ത് ട്രൈബിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് മരണസാധ്യത കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഉപേക്ഷിക്കുമോ, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബ്രെയിന് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ പഴയ സംവിധാനം ഇന്നും നമ്മളുടെ ഉള്ളിനകത്തുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ഒരു ലൈക്കും ഒരു റിപ്ലൈയും ഒരു പ്രൊമോഷനും ഒക്കെ ചിലപ്പോൾ ഒരു വലിയ വികാരമായിട്ട് നമ്മുടെ ഉള്ളിനകത്ത് വരുന്നത്. കാരണം നിങ്ങൾ പ്രതികരിക്കുന്നത് ഒരു സംഭവത്തോടല്ല, ആക്ച്വലി അത് ആ സംഭവത്തിന് നിങ്ങളുടെ ബ്രെയിൻ നൽകിയ ഒരു അർത്ഥത്തിനോടാണ്. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ബ്രെയിൻ ഇത്ര ശക്തമായിട്ടുള്ള ഒരു അലാം സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് എന്തിനാണ്? എന്തുകൊണ്ട് ഈ വികാരം തലമുറകളായിട്ട് നിലനിന്ന് പോരുന്നുണ്ട്? മനുഷ്യന്റെ ചരിത്രത്തിൽ അസൂയയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത്? അതിനുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് നമുക്ക് 2 ലക്ഷം വർഷങ്ങൾ പിന്നിലേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു യാത്ര പോവാം. അതായത് ഇൻസ്റ്റഗ്രാം ഒന്നുമില്ല ഇവിടെ, വാട്സപ്പ് ഒന്നുമില്ല, പണമില്ല, ഇവിടെ രാജ്യങ്ങളില്ല. ഏകദേശം 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളാണെങ്കിൽ ഒരു ചെറിയ മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാണ്. ആകെ ഒരു 30 പേര് അല്ലെങ്കിൽ ഒരു 40 പേര് മാക്സിമം. അവരാണ് നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. അവരാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അവരാണ് നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഒരു പരീക്ഷണമായിരുന്നു. ഇന്ന് ഭക്ഷണം കിട്ടുമോ? ഇന്ന് കടുവ ആക്രമിക്കുമോ? ഇന്ന് രോഗം വരുമോ? നാളെ നിങ്ങൾ ജീവനോടെ ഉണ്ടാകുമോ? ഒന്നിനും ഒരു ഉറപ്പില്ല. അന്ന് ഏറ്റവും വലിയ സമ്പത്ത് എന്തായിരുന്നു? ഇന്ന് നമ്മളുടെ സമ്പത്ത് എന്ന് പറയുന്നത് പണമാവാം, വീടാവാം, ബിസിനസ് ആവാം. പക്ഷെ അന്ന് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രൈബ് തന്നെയാണ്, നിങ്ങളുടെ ആ ഒരു കൂട്ടം എന്ന് പറയുന്നത്. കാരണം ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് മിക്കപ്പോഴും മരണത്തിന് തുല്യം തന്നെയായിരുന്നു. ഭക്ഷണം കണ്ടെത്താൻ പാടായിരുന്നു, വേട്ടയാടാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റത്തില്ല, ആൻഡ് രോഗങ്ങൾ നേരിടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. സോ ഇതെല്ലാം കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. ബ്രെയിൻ ഒരു പുതിയ പ്രശ്നം നേരിട്ടു. ഒരു ദിവസം നിങ്ങൾക്ക് തോന്നുവാണ് ട്രൈബിലെ ആളുകൾ നിങ്ങളെ പഴയ പോലെ കാണുന്നില്ല, മറ്റൊരാളെ കൂടുതൽ വിശ്വസിക്കാനായിട്ട് തുടങ്ങുന്നു. വേട്ടയ്ക്കാണെങ്കിൽ അവനെയാണ് വിളിക്കുന്നത്, തീരുമാനങ്ങളാണെങ്കിൽ അവനാണ് എടുക്കുന്നത്. നിങ്ങളുടെ സ്ഥാനം പതിയെ കുറയാനായിട്ട് തുടങ്ങുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യാതിരിക്കണോ? അതോ ശ്രദ്ധിക്കും നിങ്ങളുടെ സ്ഥാനം വളരെ അപകടത്തിലാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുകയാണോ ചെയ്യേണ്ടത്? ഇവിടെയാണ് അസൂയ പോലുള്ള വികാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ലഭിക്കുന്നത്. എവല്യൂഷണറി സൈക്കോളജിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട്. നമ്മളുടെ വികാരം എന്ന് പറയുന്നത് കാരണമില്ലാതെ രൂപപ്പെട്ട ഒരു സാധനമല്ല. അവയിൽ പലതും ഒരു കാലത്ത് ജീവൻ രക്ഷിക്കാനോ പ്രധാനപ്പെട്ട ബന്ധങ്ങൾ സംരക്ഷിക്കാനോ സഹായിച്ചിട്ടുണ്ടാകും എന്നാണ് ഗവേഷകർ കരുതുന്നത്. അപ്പൊ അസൂയയും അത്തരത്തിലുള്ളൊരു വികാരം തന്നെയാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ വളർത്താനായിട്ട് 2 പേരുടെ സഹകരണം ആവശ്യമാണ്. ഭക്ഷണം കണ്ടെത്തണം, സംരക്ഷിക്കണം, രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ മറ്റൊരാളോടൊപ്പം പോവാൻ സാധ്യതയുണ്ടെന്ന് ബ്രെയിൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ ആണെങ്കിൽ ഒരു അലാം മുഴക്കും. കാരണം ഇതൊരു ബന്ധം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ബന്ധത്തിനോടൊപ്പം ഒരു സഹായവും ഒരു സുരക്ഷയും കുഞ്ഞിൻ്റെ ഭാവിയും അപകടത്തിലാകാമെന്നാണ് ബ്രെയിൻ പറയുന്നത്, അല്ലെങ്കിൽ ബ്രെയിൻ വിലയിരുത്തുന്നത്. ഇനി ഒരു സംഭവം, ട്രൈബിലെ ഏറ്റവും മികച്ച വേട്ടക്കാരൻ എന്ന് പറയുന്നത് ഇന്നലെ വരെ നിങ്ങളായിരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ഇന്ന് മറ്റൊരാൾ നിങ്ങളെക്കാളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ ബഹുമാനം അവന് കിട്ടും, കൂടുതൽ സ്വാധീനം അവന് കിട്ടും. ഒരുപക്ഷെ ഭക്ഷണത്തിനുള്ള മുൻഗണന പോലും അവനായിരിക്കും കിട്ടുക. ഇവിടെ ബ്രെയിൻ വീണ്ടും ഇതേ ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയാണോ? ഇതാണ് ഇന്ന് ഓഫീസുകളിലും കോളേജുകളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പല താരതമ്യങ്ങളുടെ പഴയ രൂപം എന്ന് പറയുന്നത്. നമ്മൾ ആ കമ്പയർ ചെയ്യുന്ന ഒരു ബിഹേവിയർ ഇല്ലേ, അതിൻ്റെ ഒരു പഴയ രൂപം. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, അസൂയ നല്ലതാണ്, അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജിയിൽ ഇതിനെ
ഉദ്ദേശപൂർവ്വം സൃഷ്ടിച്ചു എന്നൊന്നും അല്ല അർത്ഥം വരുന്നത്. സയന്റിസ്റ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ബന്ധങ്ങളും സാമൂഹിക സ്ഥാനവും സംരക്ഷിക്കാനായിട്ട് സഹായിച്ച വികാരങ്ങൾ എന്ന് പറയുന്നത് കാലക്രമേണ നിലനിർത്തുന്നു എന്നുള്ളതാണ് പല ഗവേഷകരുടെയും അഭിപ്രായം എന്ന് പറയുന്നത്. അതിൽ അസൂയയും ഒരു ഘടകമായിരിക്കാം. പക്ഷെ നമ്മളുടെ ലോകം മാറി. ഒരു വലിയ പ്രശ്നം ഇവിടെ തുടങ്ങി. എവല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് പരിശീലിപ്പിച്ചത് 30 അല്ലെങ്കിൽ 40 പേരുള്ള ഒരു ലോകത്തിന് വെച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് നിങ്ങളുടെ ട്രൈബുമായിട്ടല്ല, ആക്ച്വലി അത് ലോകത്തിലുള്ള കോടിക്കണക്കിന് ആളുകളുമായിട്ടാണ്. അതാണ് ഈ ഒരു പഴയ സർവൈവൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ന് ചിലപ്പോൾ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ മാത്രമാണോ ഇങ്ങനെയുള്ളത്? ഒരു നിമിഷം ഈ വികാരം ഇത്ര പഴക്കമുള്ളതാണെങ്കിൽ മറ്റുള്ള ജീവികളിലും അതിൻ്റെ രൂപങ്ങൾ കാണാൻ കഴിയേണ്ടതല്ലേ? അതോ കാണാൻ കഴിയുന്നുണ്ടോ? ഒരു നായ ശരിക്കും അസൂയപ്പെടുമോ? ഒരു കുരങ്ങ് അനീതി തിരിച്ചറിയുമോ? ചില പരീക്ഷണ ഫലങ്ങൾ ശാസ്ത്രജ്ഞരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു നായ എന്ന് പറയുന്നത് അതിൻ്റെ ഉടമയെ ലോകത്തിലെ മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു ദിവസം ആ ഉടമ മറ്റൊരു നായയെ തലോടാനായിട്ട് തുടങ്ങുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ നായ ഇടയിൽ കയറിയിരിക്കുന്നു, ഉടമയുടെ കൈ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുരയ്ക്കുന്നു, വീണ്ടും വീണ്ടും ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇത് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് അസൂയയാണോ അതോ ഒരു വെറും ശ്രദ്ധ നേടാനായിട്ടുള്ള ഒരു ശ്രമം മാത്രമാണോ? ശാസ്ത്രജ്ഞർ ഇതിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. 2014 അമേരിക്കയിലെ ഗവേഷകർ ഒരു രസകരമായിട്ടുള്ള ഒരു പരീക്ഷണം നടത്താനായിട്ട് കാരണമായി. ഒരു നായയുടെ ഉടമ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ നായയല്ല, ഒരു വളരെ യഥാർത്ഥമായി തോന്നുന്ന ഒരു കളിപ്പാട്ടമായിട്ടുള്ളൊരു നായയെ സ്നേഹിക്കുന്നത് പോലെ പെരുമാറാനായിട്ട് തുടങ്ങി. നായയുടെ പ്രതികരണം എന്തായിരുന്നു? പല നായകളും ഉടമകളുടെയും ആ കളിപ്പാട്ടത്തിൻ്റെയും ഇടയിൽ കയറിയിരിക്കാനായിട്ട് ശ്രമിച്ചു. ചിലതാണെങ്കിൽ ആ കളിപ്പാട്ടത്തിനെ തള്ളി നീക്കാനായിട്ട് ശ്രമിച്ചു. ചിലതാണെങ്കിൽ ഉടമയുടെ ശ്രദ്ധ തിരികെ നേടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഈ റിസൾട്ട്സ് എന്ന് പറയുന്നത് പല ഗവേഷകരെയും ചിന്തിപ്പിച്ചു. അതായത് നായകള് ജലസി ലൈക്ക് ബിഹേവിയർ കാണിക്കുന്നുണ്ടാകുമോ? ഒരു നായ അതിന്റെ വികാരങ്ങൾ വാക്കുകളായിട്ട് പറയാൻ കഴിയില്ല. അതിനാൽ ഒരു നായയുടെ വികാരങ്ങൾ മനുഷ്യരെ പോലെ അസൂയയാണ് എന്ന് ശാസ്ത്രം പറയുന്നില്ല. പകരം മനുഷ്യരുടെ അസൂയയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന സാമ്യമുള്ള പെരുമാറ്റങ്ങൾ എന്നാണ് ഗവേഷകർ പറയുന്നത്. കുരങ്ങുകൾ എന്ന് പറയുന്നത് നമ്മളെക്കാൾ സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്. ഒരു പ്രശസ്തമായിട്ടുള്ള പരീക്ഷണം നോക്കാം. 2 മങ്കീസ്, 2 പേർക്കും ഒരേ ജോലി തന്നെയാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ കല്ല് ഒരു ഗവേഷകന് കൈമാറുക എന്നുള്ളത്. ആദ്യ കുരങ്ങിന് പ്രതിഫലമായിട്ട് ഒരു വെള്ളരിക്കയുടെ ഒരു കഷ്ണം കൊടുത്തു. അത് വളരെ സന്തോഷത്തോടെ അത് കഴിക്കുന്നു. പക്ഷെ അടുത്ത കുരങ്ങിന് അതേ ജോലിക്ക് ഒരു മുന്തിരിയാണ് കൊടുത്തത്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ മങ്കീസിന് ഈ മുന്തിരി എന്ന് പറയുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. വീണ്ടും രണ്ടാമത് ഈ ടാസ്ക് നൽകുന്നു ആൻഡ് ആദ്യ കുരങ്ങിന് വെള്ളരിക്ക വീണ്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളരിക്ക വലിച്ചെറിഞ്ഞ് കളയാണ് ചെയ്തത്. അല്ലെങ്കിൽ കൂടിനുള്ളിൽ ദേഷ്യത്തോടെ നടക്കുന്നു. വീണ്ടും വീണ്ടും ആ മുന്തിരി കിട്ടിയ രണ്ടാമത്തെ കുരങ്ങുണ്ടല്ലോ അതിനെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ സയന്റിസ്റ്റ് ആൾക്കാർ വളരെയധികം അത്ഭുതപ്പെട്ടു. ഇത് അസൂയയാണോ? കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അസൂയാന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഈ പരീക്ഷണത്തിൽ നിന്ന് കൂടുതൽ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരേ ജോലിക്ക് എന്തുകൊണ്ട് അവന് കൂടുതൽ കിട്ടി എന്നുള്ളൊരു പ്രതികരണം മനസ്സിലാക്കാനായിട്ട് സഹായിച്ചു. ഇത് അസൂയയുമായി ബന്ധപ്പെട്ട ചില സാമൂഹിക താരതമ്യ സംവിധാനങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ചില ജീവികൾക്കും ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മൃഗങ്ങൾക്കും നീതിബോധം ഉണ്ടെന്നാണോ പറഞ്ഞു വരുന്നത്? ചില പ്രൈമേറ്റ്സില് സഹകരണം, സൗഹൃദം, പരസ്പര സഹായം, സാമൂഹിക ബന്ധങ്ങൾ ഇവ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനാൽ അവിടെയും ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാനങ്ങളെയും കുറിച്ചുള്ള പ്രതികരണങ്ങൾ കാണുന്നത് ഒരു അതിശയകരമായിട്ടുള്ള ഒന്നായിട്ടല്ല. പക്ഷെ മനുഷ്യൻ ഒരു കാര്യത്തിൽ വളരെ വ്യത്യസ്തമാണ്. ഒരു നായ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ 10 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഓർത്തുപോലും ഒരു അസൂയ എന്ന് പറയുന്ന സംഭവം തോന്നാം. ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒരു പഴയ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും സംഭവിക്കാത്ത ഒരു കാര്യം മനസ്സിൽ സങ്കല്പിച്ചാൽ പോലും അസൂയ തോന്നാം. അതാണ് മനുഷ്യൻ്റെ ബ്രെയിനിനെ ഇത്ര ശക്തവും അതേസമയം ഇത്രയും സങ്കീർണവുമാക്കുന്ന ഒരു ഘടകമായി മാറുന്നത്. പക്ഷെ ഇതിലും ഒരു സങ്കീർണമായിട്ടുള്ളൊരു കാര്യമുണ്ട്. സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അമ്മയുടെ ശ്രദ്ധ മറ്റൊരു കുഞ്ഞിലേക്ക് പോകുന്ന സമയത്ത് വ്യത്യസ്തമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തി. ഇത് അസൂയ പോലുള്ള സാമൂഹിക വികാരങ്ങളുടെ ഒരു അടിത്തറയായിട്ട് മേ ബി കൺസിഡർ ചെയ്യാം. ഒരു കുഞ്ഞ്, ഒരു നായ, ഒരു കുരങ്ങ്, ഒരു മനുഷ്യൻ, ഇവർക്കെല്ലാം ഒരേ വികാരമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു കാര്യം വ്യക്തമാണ്, പ്രധാനപ്പെട്ട ബന്ധങ്ങൾക്കും സാമൂഹിക താരതമ്യങ്ങൾക്കും ജീവികൾ പ്രതികരിക്കുന്നുണ്ട്. മനുഷ്യരില് ഈ അടിസ്ഥാന സംവിധാനങ്ങൾ
ഭാഷയും ഓർമ്മയും ഭാവനയും സങ്കീർണമായ ചിന്തകളും ചേർന്നപ്പോൾ നമ്മൾക്ക് ഇന്ന് ജലസി എന്ന് പറയുന്ന ഒരു വികാരം കൂടുതൽ സങ്കീർണമായിട്ട് മാറാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു വലിയ പ്രശ്നമുണ്ട്. ഒരു കാലത്ത് നിങ്ങൾ താരതമ്യം ചെയ്തിരുന്നത് 30 ആളുകളായിട്ടാണ് അല്ലെങ്കിൽ 40 ആളുകളായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ലോകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ സ്ക്രീനിലാണ് ഇവരുടെ ലൈഫ് എത്തുന്നത്. നമ്മളുടെ ഈ പുരാതന ബ്രെയിൻ ഉണ്ടല്ലോ, ഈ പുതിയ ലോകത്തിലെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? രാവിലെ കണ്ണ് തുറന്ന ഉടനെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പലരുടെയും കൈ അറിയാതെ തന്നെ ഫോണിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലേ? അല്ലെങ്കിൽ എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളുടെ സുഹൃത്ത് യൂറോപ്പിൽ അവധി ആഘോഷിക്കുന്നു. രണ്ടാമത്തെ പോസ്റ്റ് ഒരാൾ പുതിയ BMW വാങ്ങുന്നു. മൂന്നാമത്തെ പോസ്റ്റ് ഒരു ക്രിയേറ്റർ തൻ്റെ ഗോൾഡ് പ്ലേ ബട്ടൺ വെച്ചിട്ടിരിക്കുന്നു. നാലാമത്തെ പോസ്റ്റ് ഒരാളുടെ വിവാഹ നിശ്ചയം. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഫോൺ അടച്ചു വെക്കുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടുമില്ല. പക്ഷേ എന്തോ നഷ്ടപ്പെട്ട പോലെ ഒരു ചെറിയ ഫീല് തോന്നുന്നില്ലേ? ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനിൽ പുതിയൊരു വികാരം സൃഷ്ടിക്കുന്നതല്ല, ഓൾറെഡി ഉള്ള ഒരു സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പൂർവികർ ജീവിച്ചിരുന്ന ഒരു ചെറിയ സംവിധാനത്തിലായിരുന്നു. ഒരു 30 മുതൽ 150 ആളുകൾ വരെയൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണ് അവർ താരതമ്യം ചെയ്തുകൊണ്ടിരുന്നത്. അവരോടൊപ്പമാണ് അവർ ജീവിച്ചിരുന്നത്. അവർ തന്നെയാണ് മത്സരക്കാരും സുഹൃത്തുക്കളും കുടുംബവും എല്ലാം. പക്ഷെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നത് 100 കണക്കിന് ജീവിതങ്ങളാണ്. ഒരാൾ കോടീശ്വരനാണ്, ഒരാൾ സിനിമാ താരം, ഒരാൾ ഫിറ്റ്നസ് മോഡൽ, ഒരാൾ സയന്റിസ്റ്റ്, ഒരാൾ ട്രാവലർ, ഒരാൾ ഓൺട്രപ്രണർ. അപ്പൊ ബ്രെയിനിന് ഇവരെ എല്ലാം ഒരേ സോഷ്യൽ ലൈഫിന്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യന്റെ ജീവിതമല്ല, അവൻ്റെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു റീലാണെന്ന് വേണമെങ്കിൽ പറയാം. അവൻ്റെ വിജയങ്ങളുണ്ട്, യാത്രകളുണ്ട്, ചിരികളുണ്ട്, ആഘോഷങ്ങളുണ്ട്. പക്ഷേ അവരുടെ പരാജയങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്ന സംഭവം, ഭയം, അവരുടെ കടം, അവരുടെ ഒറ്റപ്പെടൽ, ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷെ ബ്രെയിനിന് ഇതറിയില്ല. അത് ഈ ചിത്രങ്ങളൊക്കെ യഥാർത്ഥ ജീവിതമായിട്ടാണ് താരതമ്യം ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടെ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഓരോ തവണയും നിങ്ങൾ ഫോണിൽ റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് അടുത്തതായിട്ട് എന്ത് കാണുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയില്ല. പുതിയ ലൈക്ക് ആവാം, ഒരു കമൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു വൈറൽ വീഡിയോ ആയിരിക്കാം. അടുത്തത് എന്താണെന്നുള്ളൊരു പ്രതീക്ഷ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റത്തിനെ ഇങ്ങനെ സജീവമാക്കിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒരു പുതിയ താരതമ്യം, വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു, അടുത്ത താരതമ്യം, വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു, ഇങ്ങനെ. ചില ആളുകൾ അറിയാതെ തന്നെ ഈ ഒരു കമ്പാരിസൺ ലൂപ്പിൽ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഇൻറ്റൻഷനലി ചെയ്യുന്നു എന്നുള്ളതല്ല, പക്ഷെ ബ്രെയിൻ അത് അങ്ങനെ പ്രോസസ്സ് ചെയ്യാം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള ബിഹേവിയർ ഉണ്ടാകണം എന്നുള്ളതല്ല. എല്ലാവരും ഒരേ രീതിയിൽ പ്രതികരിക്കണം എന്നും ഞാൻ പറയുന്നില്ല. കാരണം നമ്മളുടെ വ്യക്തിത്വവും അനുഭവങ്ങളും ആത്മവിശ്വാസവും ബന്ധങ്ങളും ഈ അനുഭവത്തെ പല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എവിടെയാണ്? പ്രശ്നം മറ്റൊരാളുടെ വിജയം കാണുന്നിടത്തല്ല പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് മറ്റൊരാളുടെ ഹൈലൈറ്റഡ് റീൽസിനോട് താരതമ്യം ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സൈക്കോളജിയിൽ മറ്റൊരു രസകരമായിട്ടുള്ള ആശയമുണ്ട്, ഹെഡിയോണിക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു പുതിയ കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യ ദിവസത്തിൽ വളരെ സന്തോഷമായിരിക്കും ഉണ്ടാവുക. പക്ഷേ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അത് സാധാരണമായിട്ട് നമുക്ക് തോന്നാം. ബ്രെയിൻ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അടുത്തൊരു ലക്ഷ്യം തേടിയിട്ട് പോകും. സോഷ്യൽ മീഡിയ ഈ പ്രക്രിയയെ വേഗത്തിലാക്കാം. കാരണം നിങ്ങളുടെ പുതിയ നേട്ടം ആസ്വദിക്കുന്നതിന് മുമ്പേ മറ്റൊരാളുടെ ഇനിയും വലിയ നേട്ടം നിങ്ങളുടെ സ്ക്രീനിൽ എത്താനായിട്ട് തുടങ്ങും. ഇതിലും വലിയൊരു ചോദ്യം, ഒരേ ഇൻസ്റ്റഗ്രാം, ഒരേ ലോകം, ഒരേ സോഷ്യൽ മീഡിയ. പക്ഷേ ചിലർക്കിത് വലിയ പ്രശ്നമാകുന്നു, ചിലർക്കിത് അത്ര തന്നെ ബാധിക്കാറുമില്ല. എന്തുകൊണ്ടാണ്? അതിന് കാരണം അവരുടെ ബ്രെയിൻ വ്യത്യസ്തമായതുകൊണ്ടാണോ, കുട്ടിക്കാല അനുഭവങ്ങളാണോ, ആത്മവിശ്വാസമാണോ, അതോ ഇവയെല്ലാം ചേർന്നുണ്ടായതാണോ? 3 സഹപ്രവർത്തകര്, ഒരു വാർത്ത. ഈ വർഷത്തെ പ്രൊമോഷൻ രാഹുലിനാണ്. ആദ്യത്തെ വ്യക്തി എഴുന്നേൽക്കുന്നു, കൈ കൊടുക്കുന്നു, കൺഗ്രാറ്റുലേഷൻസ്, ശരിക്കും സന്തോഷിക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ പുറത്ത് ചിരിക്കുന്നു, പക്ഷേ ഉള്ളിന്റെ ഉള്ളില് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടാകുന്നു. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആ രാത്രി മുഴുവൻ ഉറങ്ങുന്നേ ഇല്ല. ഒരേ വാർത്ത, ഒരേ ഓഫീസ്, ഒരേ സാഹചര്യം,
പക്ഷേ 3 വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? പലരും കരുതുന്നത് അസൂയ ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. പക്ഷേ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അസൂയ ഒരു സ്വിച്ച് പോലെ അല്ല എന്നുള്ളതാണ്. ഇതൊരു സ്പെക്ട്രമാണ്. അതായത് മിക്ക ആളുകൾക്കും ഈ വികാരം അനുഭവിക്കും, പക്ഷെ അതിന്റെ തീവ്രത എന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതിന്റെ അടിത്തറ രൂപപ്പെടാൻ തുടങ്ങുകയാണ്. ചില കുട്ടികൾ സുരക്ഷിതമായ ബന്ധങ്ങളുടെ അനുഭവത്തോടുകൂടിയാണ് വളരുന്നത്. മറ്റു ചിലരാണെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിയായിട്ടായിരിക്കും അവർ വളർന്നിട്ടുണ്ടാവുക. അപ്പൊ വളർന്നു വലുതായ ശേഷം എല്ലാ കാര്യങ്ങളും ഇതാണ് നിർണ്ണയിക്കുന്നു എന്നുള്ളതല്ല, പക്ഷെ ബന്ധങ്ങളിലെ വിശ്വാസത്തെയും നഷ്ടഭയത്തെയും ഇത് സ്വാധീനിക്കുമെന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരു ചെറിയ ചോദ്യം, സ്വയം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? കാരണം സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ മറ്റൊരാളുടെ വിജയം കണ്ടാലും ഞാനും വളരാം, എനിക്കും അതുപോലെ എത്താൻ പറ്റും എന്ന് ചിന്തിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എപ്പോഴും ഞാൻ മതിയാവുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതേ വിജയത്തെ സ്വന്തം പരാജയത്തിന്റെ തെളിവായിട്ടാണ് കാണാൻ സാധ്യതയുള്ളത്. ഈ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 ആളുകളുണ്ട്. അതിൽ ഒരാൾ ഇന്നത്തെ ജീവിതത്തെ ഇന്നലത്തെയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അയാളുടെ സ്വന്തം ജീവിതത്തിനെ തന്നെ ഇന്നലത്തെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്നു. മറ്റൊരാള് ലോകത്തിലെ ഏറ്റവും വിജയിച്ച ഒരാളുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആരാണ് കൂടുതൽ അസ്വസ്ഥത ആവാനായിട്ടുള്ള കാരണം? ബ്രെയിൻ എന്ന് പറയുന്നത് ഏതാണോ നമ്മൾ കൂടുതൽ ശീലിക്കുന്നത് അതായിരിക്കും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ നമ്മളെ തന്നെ കമ്പയർ ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ട് ബെറ്റർ ആവാനാണ് ചാൻസ്. ബിക്കോസ് ഇന്നലത്തിനേക്കാളും ഇന്ന് നമ്മൾ കൂടുതൽ ബെറ്ററായി വരും. എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല. ചിലരാണെങ്കിൽ നാച്ചുറലി അവരൊരു കുറച്ച് ശാന്ത സ്വഭാവമുള്ള ആളുകളാണ്. ചിലരാണെങ്കിൽ വികാരങ്ങളെ കൂടുതലായിട്ട് തീവ്രമായിട്ട് അനുഭവിക്കുന്ന ആളുകളാണ്. ചിലരാണെങ്കിൽ അനിശ്ചിതത്വം എളുപ്പത്തിൽ സഹിക്കും എന്നുള്ളത്. മറ്റൊരു ചിലരാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സമ്മർദ്ദമായിട്ട് കാണുന്ന ആൾക്കാരാണ്. വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങളും അസൂയ എന്ന് പറയുന്ന അനുഭവത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഈ ജീൻസ് എന്ന് പറയുന്നതിന് ഇതിനെ സ്വാധീനിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ സിനിമകളിൽ കാണിക്കുന്ന പോലെ അല്ല ജീൻസ് എന്ന് പറയുന്നത്. ഒരു ജീൻ എടുക്കുന്നു, ആ ജീൻ വെച്ചിട്ട് ഈ വ്യക്തി അസൂയക്കാരനാണ് എന്നല്ല തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മളുടെ സ്വഭാവത്തെയും വികാരങ്ങളെ അനുഭവിക്കുന്ന രീതിയെയും ഭാഗികമായിട്ട് ഇത് സ്വാധീനിക്കാനായിട്ട് കാരണമാണ്. അതിനു മുകളിൽ ജീവിതാനുഭവങ്ങളും പരിസ്ഥിതിയും നമ്മളുടെ തിരഞ്ഞെടുപ്പുകളും കൂടിച്ചേർന്നതാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട സത്യം എന്ന് പറഞ്ഞാൽ ഈ ഘടകങ്ങളിൽ ഒന്നും തന്നെ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നതല്ല. ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടിക്കാലം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അസൂയപ്പെടുത്തും എന്നല്ല അർത്ഥം. കുറഞ്ഞ ആത്മവിശ്വാസം അത് മാറില്ല എന്നും അല്ല അർത്ഥം. ബ്രെയിൻ മാറാൻ കഴിവുള്ള ഒരു അവയവം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് പഠിക്കാനും വളരാനും പഴയ ശീലങ്ങൾ മാറ്റാനും കഴിയുന്നതാണ്. പക്ഷെ ഇതിലും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അസൂയ ഒരേ രൂപത്തിൽ തുടരുന്നില്ല. കുട്ടിക്കാലത്ത് അമ്മയുടെ ശ്രദ്ധയായിരുന്നെങ്കിൽ കൗമാരത്തിൽ ഒരു സൗഹൃദവും പ്രണയവുമായിട്ടാണ് മാറുന്നത്. ജോലിയിലാണെങ്കിൽ അത് സ്ഥാനവും ഒരു വിജയവുമായിട്ടാണ് മാറുന്നത്. പിന്നീട് സമ്പത്തും കുടുംബവും സാമൂഹിക അംഗീകാരവും, അങ്ങനെ ജീവിതം മാറുമ്പോൾ അസൂയയുടെ ഈ രൂപവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ അനുഭവിക്കുന്ന വികാരം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയല്ല. ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ അയക്കും. പക്ഷേ ആ സിഗ്നലിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ചിലപ്പോൾ അസൂയ ഒരു കണ്ണാടി പോലെയാണ്. അത് ചോദിക്കും, നിങ്ങൾക്ക് ശരിക്കും എന്താണ് പ്രധാനപ്പെട്ടത്? ഒരു സംഗീതജ്ഞനെ കാണുന്ന സമയത്ത് നിങ്ങൾ അസൂയ തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റിനെ കാണുമ്പോൾ നിങ്ങൾ അസ്വസ്ഥതയാവുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കും ഒരു സയന്റിസ്റ്റ് ആവാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ അസൂയ എന്ന് പറയുന്നത് മറ്റൊരാളെ കുറിച്ചുള്ള ഒരു കഥയല്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളെ കുറിച്ചിട്ട് തന്നെയുള്ള ഒരു കഥയാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അസൂയ ഒരു വിഷമായി മാറുന്നത് എപ്പോഴാണ്? അത് നിങ്ങളെ വളരാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം മറ്റൊരാളെ താഴെ ഇറക്കണമെന്ന് തോന്നാൻ തുടങ്ങുമ്പോഴാണ് അത് അപകടകരമായിട്ട് മാറുന്നത്. മറ്റൊരാളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ കഴിയാതാകുമ്പോൾ അത് ബന്ധങ്ങളെ വരെ തകർക്കാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ സമയവും മറ്റൊരാളുടെ ജീവിതം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ സ്വന്തം ജീവിതം പതിയെ നിൽക്കാനായിട്ട് തുടങ്ങും.
ഇനി ഒരു അല്പം അസ്വസ്ഥമാക്കുന്ന ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ നിരന്തരം താരതമ്യം ചെയ്യുന്ന ഒരാള് അയാൾ പരാജയപ്പെട്ടാൽ നിങ്ങൾക്കൊരു ചെറിയ സന്തോഷം തോന്നിയിട്ടില്ലേ? തോന്നാറുണ്ടോ? പലരും ഇത് തുറന്ന് സമ്മതിക്കില്ല. പക്ഷെ സൈക്കോളജിയിൽ ഈ ഒരു അനുഭവത്തിനൊരു പേരുണ്ട്. ഇത് ജർമ്മൻ ഭാഷയിൽ നിന്നുള്ള ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ദുരന്തത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷം എന്നുള്ളതാണ്. ഗവേഷകർ കാണുന്നത് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ അസൂയപ്പെട്ടിരിക്കുന്ന ഒരാൾ പരാജയപ്പെടുമ്പോൾ ബ്രെയിനിന്റെ റിവാർഡ് സിസ്റ്റം സജീവമാകുന്നു. അതുകൊണ്ട് ഈ വികാരം അനുഭവിച്ചാൽ നിങ്ങളൊരു ചീത്ത മനുഷ്യൻ ആകുന്നു എന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആ വികാരത്തെ തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാന കാരണം മനസ്സിലാക്കുകയും ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്ത തവണ നിങ്ങൾക്ക് അസൂയ തോന്നുകയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം ചോദിക്കൂ. ഈ വികാരം എനിക്ക് എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ എന്നിലേക്ക് എന്താണ് തരുന്നത്? എനിക്ക് അവരുടെ ജീവിതം വേണോ? അല്ലെങ്കിൽ അവർ നേടിയതുപോലുള്ളൊരു നേട്ടം വേണോ? അല്ലെങ്കിൽ ഞാൻ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു താരതമ്യത്തിൽ കുടുങ്ങിയിരിക്കുകയാണോ? ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? അസൂയ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല. കാരണം അത് നമ്മുടെ വികാര സംവിധാനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പക്ഷേ അതിനെ മനസ്സിലാക്കാൻ എന്ന് പറയുന്നത്, അതിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് മനുഷ്യന് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് അസൂയ മനുഷ്യൻ്റെ ഒരു മോശം സ്വഭാവം എന്നുള്ളതല്ല, അതുപോലൊരു നല്ല വികാരവുമാണ് എന്നുമല്ല. എന്നാൽ അതൊരു വികാരമാണ്. അത് മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ വളരെ ഒരു പഴയ സംവിധാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. ബ്രെയിനിന് ഒരു ജോലി മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ല, നിങ്ങളെ ജീവനോടെ നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ഭീഷണികൾ ആദ്യം കാണുന്നത്, നഷ്ടങ്ങൾ ആദ്യം ഓർക്കുന്നത്, താരതമ്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. ഒരു കാലത്ത് ഈ സംവിധാനം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സംവിധാനം പലപ്പോഴും ഇൻസ്റ്റഗ്രാം സ്റ്റോറി കണ്ടിട്ടും പ്രൊമോഷൻസ് കിട്ടാത്തപ്പോഴും വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ മനുഷ്യനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾക്ക് ആദ്യത്തെ തന്നെ ഉണ്ടാകുന്ന ആ ചിന്തയില്ലേ, അത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. പക്ഷേ രണ്ടാമത്തെ ചിന്ത തിരഞ്ഞെടുക്കാനായിട്ട് കഴിയും. ആദ്യത്തെ ആ വികാരം നമ്മൾക്ക് ബ്രെയിനിൽ നിന്ന് ഡയറക്റ്റ്ലി വരുന്നതായിരിക്കാം. പക്ഷേ അടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് നമ്മളിൽ നിന്ന് വേണം വരാനായിട്ട്. സൈക്കോളജി പറയുന്നത്, ഗവേഷണങ്ങൾ ഒരു കാര്യം വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാൻ പഠിക്കുന്ന ആളുകൾ അവയുടെ അടിമകളായി ജീവിക്കേണ്ടി വരാറുള്ള സാധ്യത വളരെ കുറവ് മാത്രമാണ്. കാരണം ഒരു വികാരത്തിന് പേര് നൽകാൻ കഴിയുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനോട് ആരോഗ്യകരമായ രീതിയിൽ പ്രതികരിക്കാനും എളുപ്പമായിരിക്കും. ഒരുപക്ഷെ മനുഷ്യന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും അസൂയപ്പെടാതിരിക്കുക എന്നുള്ളതല്ല. അത് അസൂയയെ മനസ്സിലാക്കി അത് നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പഠിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ഒരിക്കലും അസൂയയല്ല, പക്ഷേ അത് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആ ഒരു ജീവിത ശൈലിയാണ്.